ഇതിപ്പോൾ അതിൻ്റെ പണി കഴിയുമ്പോഴത്തേക്കും ഇത് ചാർജിങ് സ്റ്റേഷനിൽ തന്നെ പോവാണ്. ഇത് കണ്ടോ, ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ചാർജിങ് സ്റ്റേഷനിൽ പൊക്കോളൂ. അപ്പം ഇതിൻ്റെ കുറഞ്ഞ വാക്യൂം ക്ലീനറും ഉണ്ട്, 19,000 തൊട്ട് സ്റ്റാർട്ടാവുന്നതുണ്ട്. പക്ഷേ അതിൻ്റെ സക്ഷൻ പവർ കുറവായിരിക്കും. 90,000 18,000 ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അത് വേറെ ബ്രാൻഡ്സും കൂടിയാണ്. അപ്പം ഞങ്ങൾക്ക് സക്ഷൻ പവർ നല്ലത് വേണമെന്നുള്ളത് കൊണ്ടാണ് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് സെലക്ട് ചെയ്തത്. എന്തായാലും വാങ്ങിക്കുന്നതല്ലേ, പൈസ ചിലവാക്കി, അപ്പം നല്ലത് നോക്കി വാങ്ങിക്കണമല്ലോ. ഇതാണ് അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ. ഇത് നമ്മുടെ ഒരു ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്താൽ പിന്നെ അവിടെ നിന്ന് അനക്കാൻ പാടില്ല. അനക്കാം, പക്ഷേ വീണ്ടും അത് പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്ത് വീണ്ടും നമുക്ക് സേവ് ചെയ്യണം ചാർജിങ് സ്റ്റേഷൻ. കണ്ടോ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചാർജിങ് സ്റ്റേഷനിൽ കയറി കഴിയുമ്പം ഇതിങ്ങനെ പറയും, പ്ലീസ് ക്ലീൻ അപ്പ് ദ ഡസ്റ്റ്ബിൻ. നമുക്ക് വേണമെങ്കിൽ നിറയെ പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് വൃത്തിയാക്കാം. ഇച്ചിരി ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഒരു 2-3 വട്ടമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയാൽ മതി. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ ഡസ്റ്റ്ബിൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡസ്റ്റ്ബിൻ എവിടെയാണ് ഊരേണ്ടതെന്ന് ഇതാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ അപ്പം ഇത് കണ്ടോ, ഇത് അതിൻ്റെ ഡസ്റ്റ്ബിനാണ്. ഇത് വന്നിട്ട് തുടയ്ക്കുന്ന ആ വെള്ളം നിറയ്ക്കുന്ന സാധനം. ഇത് ഞാൻ ഒരു 4 ദിവസം മുമ്പ് തുടച്ചപ്പം ഒഴിച്ചു വെച്ചിരുന്ന അതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൽ എത്ര പൊടിയുണ്ടെന്ന്. കണ്ടോ ഗൈസ്, ഇത്രയും പൊടി ഇത് വാക്യൂം ചെയ്തപ്പോൾ കിട്ടിയതാണ്. പക്ഷേ എൻ്റെ കണ്ണ് ഇതൊന്നും കണ്ടില്ല, നല്ല വൃത്തിയായിട്ടാണ് കിടന്നത്. അപ്പോൾ ഇതെടുത്ത് നമ്മുടെ ഡസ്റ്റ്ബിനിൽ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ ഫിൽറ്റർ ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് ഇങ്ങനെ ഊരി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും വച്ചിട്ട് വീണ്ടും അതിനെ യൂസ് ചെയ്യാം. അപ്പം ഇത് കളഞ്ഞിട്ട് വരാം ഞാൻ. കണ്ടോ ഗൈസ്, ഇതിപ്പോൾ ക്ലീനായി ഞാൻ ഫിക്സ് ചെയ്തു. ഇതിൻ്റെ കൂടെ മാനുവൽ ബുക്കുണ്ടേ, അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ വീണ്ടും കണക്ട് ചെയ്തു, അത് ചാർജ് ആയിക്കോളും. പിന്നെ മാനുവൽ ബുക്കുണ്ട്, അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അതിൽ എല്ലാ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ വൃത്തിയാക്കണം എന്നുള്ളതൊക്കെ. പിന്നെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും ഇതിനെക്കുറിച്ച്. പിന്നെ ഫർദർ വീഡിയോസ് ഇനിയും വരുന്നതാണ്. കീപ് സപ്പോർട്ടിങ് മീ. ബൈ.